മതത്തിലുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് 1869 നിലവിൽ വന്ന ആക്ട് പ്രകാരമാണ് ക്രിസ്ത്യൻ മതവിഭാഗക്കാര് ഡൈവോഴ്സ് ഉണ്ടാവുക എന്ന് വിശ്വസിച്ച് പോരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇന്റർ കമ്മ്യൂണിറ്റി മാരേജ് അവര് സ്പെഷ്യൽ മാരേജ് ആക്ട് 1956 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഇന്റർ കമ്മ്യൂണിറ്റി മാരേജസ് നടത്തുന്ന ആളുകൾ ഡൈവോഴ്സ് സംഭവിക്കുന്നത് ആ ആക്ട് പ്രകാരമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു പോയിന്റ് ആണ് ലോ ഓഫ് മെയിൻ്റനൻസ്. നമ്മൾ അങ്ങനെ ഡൈവോഴ്സ് സംഭവിച്ച് ഭർത്താവിന്റെ വഴിക്കും ഭാര്യ ഭാര്യയുടെ വഴിക്കും സഞ്ചരിച്ച് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് നേരത്തെ മാരേജിലായിരിക്കുന്ന സമയത്ത് ഒരു ഡിപ്പെൻഡൻസി രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഭാര്യ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഇത് രണ്ടും സംഭവിക്കാറുണ്ട്. അങ്ങനെ അവർ ഒരു നിശ്ചിത കരാറിലെത്തിയതിനു ശേഷം കോടതി മുഖേന അവർ ഡൈവോഴ്സ് വാങ്ങിയതിന് ശേഷം പൊതുവെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ മുമ്പ് ഉണ്ടായ രീതി എന്ന് പറയുന്നത് ഭർത്താവിന്റെ ചെലവിൽ കഴിയുന്ന സ്ത്രീ ആയിട്ടായിരിക്കും മുമ്പൊക്കെ ഉണ്ടാവുക. പൊതുവെ ഇപ്പോഴും അങ്ങനത്തെ ആചാരങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോ ഈ കോടതിയുടെ ഈ ഡൈവോഴ്സിന് ശേഷം, കോടതി പ്രകാരമുള്ള ഡൈവോഴ്സിന് ശേഷം ഈ സ്ത്രീക്ക് പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സോഴ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോ ആ ഭാര്യയുടെ ചെലവ് മുമ്പ് കൊടുത്തിരുന്ന ഭർത്താവ് വീണ്ടും ആ ഭാര്യയ്ക്ക് വീണ്ടും ചെലവ് കൊടുക്കേണ്ടതായിട്ട് നമ്മുടെ ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട്. അപ്പം ലോ ഓഫ് മെയിൻ്റനൻസിന്റെ കീഴിൽ ഭാര്യ, അതുപോലെ തന്നെ കുട്ടികൾ, മാതാപിതാക്കൾ എന്നീ ആളുകൾ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പണം നൽകുക എന്നുള്ളതാണ് ഈ ലോ ഓഫ് മെയിൻ്റനൻസ് കൊണ്ട് കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് 1955 അല്ലെങ്കിൽ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 ഈ നിയമവ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പൊതുവെ നീതി നടപ്പിലാക്കാറുള്ളത്. ഇന്ത്യൻ ഭരണകൂടം ഈ പറയുന്ന ആക്ടുകൾ പ്രകാരമാണ് നീതി നടപ്പിലാക്കാറുള്ളത്. അതായത് 2007 മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമത്തിൽ, അതായത് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം സ്വന്തം വരുമാനത്തിൽ നിന്നോ, ആ വ്യക്തിക്ക് സ്വന്തം വരുമാനത്തിൽ നിന്നോ കൈവശമുള്ള സ്വത്തിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരന്റെ മക്കളിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ മെയിൻ്റനൻസ് തേടാൻ അർഹതയുണ്ട് അദ്ദേഹത്തിന്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം 2018 ഈ ആക്ടിന് ചെറിയൊരു ഭേദഗതി കൂടി സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് മുതിർന്ന പൗരന്മാർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിവുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി അവരുടെ മരുമകന്റെയും മരുമകളുടെയും കൂടി അവകാശം സംരക്ഷിക്കേണ്ടവരുടെ പട്ടികയിൽ അവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു മുതിർന്ന പൗരന്റെ സ്വത്ത് ആരെങ്കിലും കൈവശം വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഭാവിയിൽ ആ സ്വത്തിന് ഉടമസ്ഥത അവകാശം വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഏതൊരു പൗരനും, ഏതൊരു വ്യക്തിക്കും അവർക്ക് മതിയായ വരുമാനം ഉണ്ടെങ്കിൽ ആ മുതിർന്ന പൗരനെ അവരുടെ അച്ചച്ചൻ അല്ലെങ്കിൽ അമ്മമ്മ ആ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത അവർക്കാണുള്ളത്. ഇപ്പം ഒരു അച്ചച്ചന്റെ അവകാശം കിട്ടുന്ന അച്ഛൻ, അപ്പോൾ അച്ഛന് അവകാശം കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ
അച്ഛന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കണം? അച്ഛൻ നോക്കണം എന്നാണ് മൊത്തത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു അവകാശമാണ് ഇൻഹെറിറ്റൻസ് റൈറ്റ്. പൊതുവെ നമ്മളൊക്കെ പറയാറുള്ള ഒരു വ്യക്തിയുടെ അനന്തരാവകാശം എന്ന് പറയാറുണ്ട്. ഒരാളുടെ മരണശേഷം അയാളുടെ സ്വത്ത് നിയമപരമായി അവകാശികൾക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുള്ള നിയമമാണ് ഇൻഹെറിറ്റൻസ് റൈറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2005 ഭേദഗതി പ്രകാരം ഹിന്ദു കുടുംബങ്ങളിൽ പെൺമക്കൾക്കും തുല്യ അവകാശങ്ങൾ അവരുടെ മതപ്രകാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. ചില മതങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പകുതി അവകാശം എന്ന് പറയുന്നുണ്ട്. ചില മതങ്ങളിലൊക്കെ സ്ത്രീകൾക്കും ആണിനും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശം എന്നൊക്കെ ഓരോ ആക്ട് പ്രകാരം, അവരുടെ മതത്തിലുള്ള ആക്ട് പ്രകാരം ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം, അതുപോലെ തന്നെ ഹിന്ദു, സിഖ്, ജൈൻ, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻസ്, ജൂ, പാസി മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ അത് പ്രകാരമാണ് അവരുടെ ഇൻഹെറിറ്റൻസ് റൈറ്റ് അവർ നേടിയെടുക്കുന്നത്. മുസ്ലിംസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പേഴ്സണൽ ലോ ആണുള്ളത്. അത് മുസ്ലിം പേഴ്സണൽ ലോ ശരീഅ അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം, അതായത് 1937 നിലവിൽ വന്ന ആ ആക്ട് പ്രകാരമാണ് നമ്മുടെ പിന്തുടർച്ചാവകാശം ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത്. അത് ഒന്നുകൂടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടാവും ഈ മുസ്ലിംസ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഉണ്ടാകും, ചിലർക്ക് ഉണ്ടാവില്ല. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതോടുകൂടി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് മെയിൻ്റനൻസ് റൈറ്റിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ക്രിമിനൽ പ്രൊസീഡിങ്സ്. ഇതിന്റെ കീഴിൽ നമുക്ക് ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ സിവിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട FIR എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് എന്നാൽ എന്താണ്, അതുപോലെ തന്നെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാന്റ് ഓഫ് ബെയിൽ ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ വസ്തുതകൾ, അതുപോലെ തന്നെ ചാർജ് ഷീറ്റ്, ട്രയൽ നടത്തുക തുടങ്ങിയ ഒരുപാട് പെറ്റീഷൻസ് ഒക്കെ അടങ്ങുന്ന ഒരു മേഖലയാണ് ഈ ക്രിമിനൽ പ്രൊസീഡിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് നിർബന്ധമായിട്ടും ഒരു ഇന്ത്യൻ പൗരൻ എന്ന സ്ഥിതിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖല കൂടിയാണിത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ക്രിമിനൽ പ്രൊസീഡിങ്ങിന്റെ മെയിൻ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ആയിട്ട് FIR. നമ്മൾ പൊതുവേ സ്റ്റേഷൻ പോലീസ് കേസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് FIR. എന്താണ് FIR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്, ഒരു പ്രാഥമിക വിവര പട്ടിക, പ്രഥമ വിവര പട്ടിക എന്നൊക്കെ ഇതിനെക്കുറിച്ച് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് പോലീസിന് ലഭിക്കുന്ന ആദ്യത്തെ വിവരം, പ്രാഥമിക വിവരങ്ങളാണ് ഈ ഒരു FIR ഉണ്ടാവുക. ഇതിന്റെ ഒരു കോപ്പി ആർക്ക് കിട്ടും? പരാതിയുമായി പോയ പരാതിക്കാരന് ലഭിക്കും. ഇപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ സോഷ്യലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ നമ്മൾ നേരിട്ട എന്തെങ്കിലും ഒരു പ്രശ്നം, നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഇല്ലാതാവുക, അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥാവകാശയിലുള്ള ഒരു വസ്തു, ഒരു സ്വത്ത് മറ്റൊരാൾ അപഹരിക്കുക, അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും ആക്രമിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കോടതിയിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ ഈ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥൻ നമ്മളെ ഏറ്റെടുക്കുകയും നമ്മളുടെ കാര്യങ്ങൾ വിശദ വിവരങ്ങൾ ചോദിച്ചറിയുകയും അന്വേഷിക്കുകയും അദ്ദേഹം അതൊരു റിപ്പോർട്ടായിട്ട് രേഖാമൂലം തയ്യാറാക്കുകയും അത് ഫർദർ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്
സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അതിൻ്റെയൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് FIR ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ FIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു FIRൽ പൊതുവെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, FIRന്റെ ഡേറ്റ്, ഒരു ക്രിമിനൽ നടന്ന് FIRന്റെ ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ക്രൈം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവം നടന്നതിന്റെ ഡേറ്റ്, ഏത് സമയത്താണ്, അല്ലെങ്കിൽ സമയം വേണം, സ്ഥലം, ഏത് സ്ഥലത്ത് നിന്നാണ്, ഏത് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, ഏത് രാജ്യത്തിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്ന് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ സംഭവം നടന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ്, രൂപങ്ങൾ വേണം. അതേപോലെ തന്നെ ഒരു വ്യക്തി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വേണം, ഈ FIRന്റെ കീഴിൽ വേണം. അതൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇതൊക്കെ ഉൾക്കൊള്ളിക്കുകയും ഇതിന്റെ ഒരു കോപ്പി ആ ഒരു പരാതിക്കാരന് ലഭിക്കുകയൂടി വേണം. അതാണ് ഈ FIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കസ്റ്റഡി ആൻഡ് ഗ്രാന്റ് ഓഫ് ബെയിൽ. നമ്മൾ കസ്റ്റഡിയും ജാമ്യവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജാമ്യം കിട്ടുക, ജാമ്യം ലഭിക്കുക, ജാമ്യത്തിൽ ഇറങ്ങുക, അതുപോലെ തന്നെ ഒരു പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാളെ അറസ്റ്റ് ചെയ്താൽ, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു, ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അക്രമം നടത്തി, അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ അയാളെ എന്ന് വെച്ചാൽ പ്രതിയായി സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ, ഇന്നയാളാണ് ആക്രമിക്കാൻ സാധ്യത ഉള്ളതെന്ന് പ്രതിയുടെ പരാതിയിൽ നിന്ന് പരാതിക്കാരന്റെ പരാതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ പ്രതിയായി കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഒരാളെ കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്തിരിക്കണം. അറസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തിന്റെ ഉള്ളിലായിട്ട് മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയും വേണം. അത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് പിന്നീട് എന്താവും? ആ പ്രതിക്ക് ജാമ്യം ലഭിക്കാം, ചിലപ്പോൾ ലഭിക്കാതിരിക്കാം. അത് കോടതി പറയുന്ന പോലെയാണ്. അപ്പോൾ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കസ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കാണരുത്. കാരണം അറസ്റ്റും കസ്റ്റഡിയും രണ്ടാണ്. ഒരിക്കലും ഒരേ സമാന അർത്ഥങ്ങൾ അതിനില്ല. അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന്റെ ഭരണഘടനയിൽ അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്ന ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നേരിട്ട് തടയുന്ന നടപടിക്കാണ് നമ്മൾ അറസ്റ്റ് എന്ന് പറയുക. പക്ഷെ കസ്റ്റഡി എന്ന് പറയുന്നത് ഒരിക്കലും അറസ്റ്റ് അല്ല. അതൊരു വ്യക്തിയെ പ്രതിയാണെന്ന് സംശയിച്ച് അദ്ദേഹത്തിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്, അതിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് താൽക്കാലികമായി പോലീസിന്റെ കസ്റ്റഡിയിൽ കുറച്ചു കാലം താമസിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കസ്റ്റഡി എന്ന് പറയുന്നത്. ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും ഒരു വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോലീസ് കസ്റ്റഡി എന്ന് വിളിക്കുക. അങ്ങനെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതിയെ മുന്നിൽ ഹാജരാക്കുക, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയും ഒരു മജിസ്ട്രേറ്റ്, അതായത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയും ആ വ്യക്തിയെ പിന്നീട് ജാമ്യത്തിൽ വിടുകയോ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റുകയോ കോടതിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയാറുള്ളത്. അപ്പൊ പോലീസ് കസ്റ്റഡി വേറെയുണ്ട്, ജുഡീഷ്യൽ കസ്റ്റഡി അത് വേറെയുണ്ട്. അത് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇനിയിപ്പം ഈ സംശയിക്കപ്പെടുന്ന പ്രതി അത് ഒരു 18 വയസ്സിന് ചോടെയുള്ള കുട്ടിയാണെങ്കിൽ അപ്പൊ അദ്ദേഹത്തെ കോടതിയുടെ മുന്നിലല്ല, സ്പെഷ്യൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്. അവരാണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ
വ്യക്തിയെ എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുക. കോടതിയുടെ അനുമതി കൂടാതെ ഒരു നിലക്കും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഒരു പോലീസുകാരന് ഈ പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനിയിപ്പം ഒരു കുറ്റകൃത്യം നടന്നു, 10 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നുണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 60 ദിവസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ കോടതിയിൽ ആ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് അഥവാ അല്ലെങ്കിൽ ചലാൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ കോടതിയിലേക്ക് കൈമാറേണ്ടതുണ്ട്. 10 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ആ വ്യക്തി ചെയ്തതെന്നുണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഒരു ടോട്ടൽ റിപ്പോർട്ട് കോടതിയിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ വ്യക്തി ചെയ്തത് എന്നുണ്ടെങ്കിൽ 90 ദിവസം വരെ സമയമുണ്ട്. ആ 90 ദിവസത്തിനുള്ളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കോടതിയിലേക്ക് ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ അയക്കേണ്ടതുണ്ട്. ഫൈനൽ റിപ്പോർട്ട് അയക്കേണ്ടതുണ്ട്. പ്രാഥമിക റിപ്പോർട്ടല്ല, അന്തിമ റിപ്പോർട്ടുകൾ കോടതിയിലേക്ക് അയക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പറഞ്ഞു. ഈ നിശ്ചയിച്ച സമയത്തിന്റെ പരിധിക്കുള്ളിൽ നമുക്ക് ഈ കുറ്റപത്രം പോലീസിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കോടതിയിൽ ജാമ്യ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് സമർപ്പിക്കുന്നതിലൂടെ ഈ പ്രതിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നേരെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. നേരെ ഈ ആൾക്ക് കോടതിയിലേക്ക് അയക്കുകയും കോടതി കൊടുക്കുന്ന കാലയളവിൽ ആ പ്രതിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അവകാശം ആ പ്രതിക്ക് ഉണ്ടാവും. ഇനിയിപ്പം ഒരു പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ആളെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തല്ലോ. അങ്ങനെ ആ വ്യക്തിക്ക് ആ പ്രതിയുടെ ശിക്ഷാ കാലാവധിയുടെ പകുതി സമയമാണ് കസ്റ്റഡിയിൽ പൂർത്തിയായത് എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ 6 മാസം തടവാണ് ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ ശിക്ഷ. ആ പ്രതിയെ എന്ത് ചെയ്തു? 30 ദിവസം അല്ലെങ്കിൽ 3 മാസം ആ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് വെക്കുക. അപ്പോ അതിൽ ബാക്കി 3 മാസമാണ് പിന്നെ അദ്ദേഹത്തിന് എന്തുണ്ടാവുക? ശിക്ഷയായിട്ട് ലഭിക്കാൻ പാടുക. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഡിഫോൾട്ട് ബെയിലിന്റെ ഒരു നിയമത്തിന് കീഴിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ട്. ഇനി ഇതിന്റെ ഈ കസ്റ്റഡി അതുപോലെ തന്നെ ഗ്രാൻഡ് ബെയിലിന്റെ കീഴിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുറ്റപത്രം എന്താണ്? കുറ്റപത്രം എന്ന് പറയുന്നത് ഒരു കുറ്റാന്വേഷണത്തിന്റെ അവസാനത്തെ റിപ്പോർട്ടാണ്. അത് സമർപ്പിക്കുന്നതോടുകൂടി ആ കുറ്റത്തിന്റെ അന്വേഷണങ്ങൾ അവസാനിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ പിന്നെ അത് സമർപ്പിച്ചതിന് ശേഷം കൂടുതൽ തെളിവുകൾ പോലീസിന് ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുകയാണെങ്കിൽ ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് എന്ത് ചെയ്യാം? സമർപ്പിക്കാവുന്നതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കോടതിയിലേക്ക്. അതുപോലെ തന്നെ കുറ്റപത്രത്തിന്റെ ഒരു പതിപ്പ് ഈ പരാതിക്കാരനല്ല, ഈ പ്രതിക്ക് കോടതിയിൽ നിന്നും സൗജന്യമായിട്ട് തന്നെ വാങ്ങാവുന്നതുമാണ്. ഇത്രയൊക്കെയാണ് ഈ കസ്റ്റഡി ആൻഡ് ഗ്രാൻഡ് ബെയിൽ. കസ്റ്റഡിയിൽ എടുക്കുക, അതിൽ ജുഡീഷ്യൽ കസ്റ്റഡി ഉണ്ടാവും, പോലീസ് കസ്റ്റഡി ഉണ്ടാവും, അതുപോലെ തന്നെ ജാമ്യം ലഭിക്കുക, ജാമ്യത്തിൽ ഇറങ്ങുക എന്ന് പറയുന്ന ഈ കസ്റ്റഡി ആൻഡ് ഗ്രാൻഡ് ബെയിൽ ഈ സബ് ടോപ്പിക്കിന്റെ കീഴിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ജുവനൈൽ ജസ്റ്റിസ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത് 18 വയസ്സ് പൂർത്തിയാവാത്ത ഒരു വ്യക്തി എന്നാണ്. അങ്ങനത്തെ ആളുകൾക്കാണ് നമ്മൾ കുട്ടി എന്ന് പറയാറുള്ളത്. ഒരു കുട്ടി ഒരു അക്രമം നടത്തി അല്ലെങ്കിൽ ഒരു സാധനം മോഷ്ടിച്ചു, അപ്പൊ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷ, അല്ലെങ്കിൽ ശിക്ഷ എന്ന് നമ്മൾ ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല, അവർക്ക് ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു പണിഷ്മെന്റ്, വിച്ച് മീൻസ് അദ്ദേഹത്തെ കുട്ടിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ കുട്ടിയുടെ ഭാവിയൊക്കെ മുന്നിൽ കണ്ട് കോടതി
വിധിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ശിക്ഷണത്തിനെയാണ് ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയാറുള്ളത്. അത് ഗവൺമെന്റില് ജുവനൈൽ ജസ്റ്റിസ്, അതായത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഓർ ചിൽഡ്രൻ ആക്ട് പ്രകാരം 2015 ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. എ പേഴ്സൺ കോൺഫ്ലിക്ട് വിത്ത് ലോ, നമ്മുടെ നിയമവ്യവസ്ഥയോട് തെറ്റായിക്കൊണ്ട് ആരെങ്കിലും ഒരു കുട്ടി ജീവിക്കുകയോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം ആ കുട്ടിയെ നേരിടുകയാണ്. ഇതില് രണ്ട് രീതിയിലുള്ള രണ്ട് ടൈപ്സ് ഓഫ് അതായത് 2 ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഈ നിയമവിരുദ്ധം 2 രീതിയിലായിട്ട് കുട്ടിക്ക് 2 രീതിയിലായിട്ട് നിയമം നടപ്പിലാക്കേണ്ടി വരും. അതായത് ഒന്ന്, ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്തു, ഒരു ക്രൈം ചെയ്തു, ആ കുട്ടി നിയമപരമായിട്ട് നിയമം അറിഞ്ഞിട്ടോ അറിയാതെയോ ആ കുട്ടി ഒരാളെ പീഡിപ്പിക്കുകയോ കുത്തിക്കൊല്ലുകയോ പോലത്തെ ക്രൈം ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു, ആ കുട്ടിക്ക് ഒരു വിധി ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കുട്ടി ആ കുട്ടിക്ക് സ്പെഷ്യലായിട്ട് ഒരു പരിചരണവും സംരക്ഷണമൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസും പ്രവർത്തനങ്ങൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഉദാഹരണം, ചൈൽഡ് ലേബർ പോലത്തെ കാര്യങ്ങൾ ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണവും സംരക്ഷണമൊക്കെ നമ്മുടെ ഗവൺമെന്റ് കോടതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിൽ എന്തുണ്ട്, നിയമം കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കും. അതില് ഒന്നാമത്തത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കുട്ടി ചെയ്താൽ അത് 18 വയസ്സ് പൂർത്തിയാവാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ ഈ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമാണ് നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഹാജരാക്കിയ തീയതി മുതൽ 4 മാസത്തിനുള്ളിൽ ഈ ബോർഡ് അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ ഉചിതമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുപ്പിക്കേണ്ടതുണ്ട്. കാരണം കുട്ടിക്ക് ഒരുപാട് ഭാവി ഇനിയും ജീവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ നിയമത്തിന്റെ പേരിൽ കുട്ടിയെ ഒരിക്കലും ആ കുട്ടിയുടെ ഫ്യൂച്ചർ തടഞ്ഞു വെക്കാൻ പാടില്ല. സാധാരണ ഗതിയിൽ ഇത്തരം കുട്ടികൾക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ സാധാരണ കോടതികളൊന്നും വിധിക്കാറില്ല. അതുപോലെ തന്നെ 2021, ഇത് 2015 വന്ന ആക്ടാണ് JJ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഈ 2021 മറ്റൊരു ചെറിയ ഭേദഗതി കൂടി ഇതിൽ വന്നിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയാവാത്ത ഒരു കുട്ടി ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ചുരുങ്ങിയത് 7 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ കുട്ടിക്ക് മുതിർന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു 18 വയസ്സിന് മുകളിലുള്ള പൗരന് എന്തൊക്കെ ശിക്ഷയാണോ നടപടികളാണോ വിചാരണകളാണോ നടക്കാറുള്ളത്, ആ രീതിയിൽ തന്നെ അവന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കുട്ടി ഒരു പരിചരണവും സംരക്ഷണവും ആവശ്യമായ കുട്ടികൾ. ഒരു കുട്ടിക്ക് ഇപ്പൊ വീടില്ല, അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങളില്ല, ബാലവേല ചെയ്യുക, അതുപോലെ തന്നെ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുക, തെരുവിൽ കഴിയുക, അങ്ങനെ ശാരീരികമായോ മാനസികമായോ പീഡനങ്ങൾ ലഭിക്കുകയും അവഗണനകൾ നേരിടുകയും ചെയ്യുന്ന കുട്ടിക്ക് അവരെ സ്പെഷ്യൽ ഹോമിലേക്ക് അവരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ട മാനസിക ശാരീരിക സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഒരു മുതിർന്ന നല്ലൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ JJ ആക്ടിൽ രണ്ടാമത്തെ പാർട്ടായിട്ട് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്പീഡാക്കാം. മറ്റൊരു സബ് ടോപ്പിക്കാണ് ചാർജ് ഷീറ്റ്. ഒരു പരാതിയുടെ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട്, അതുപോലെ തന്നെ മറ്റുള്ള
അന്വേഷണങ്ങളൊക്കെ പൂർത്തിയായതിന്റെ റിപ്പോർട്ടുകൾക്കാണ് ചാർജ് ഷീറ്റ് എന്ന് പറയുക. ഒരു FIRന് ശേഷം FIR പ്രകാരം ഒരു കേസ് നടന്നതിൽ ആ കേസിന്റെ സൈറ്റിൽ പോയിട്ട് പോലീസ് അന്വേഷണം നടത്തുകയും പ്രതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രയൽ എന്ന് പറയും. ട്രയൽ എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഒരു കേസ് ചാർജ് ഷീറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം കോടതിയാണ് പിന്നെ വിചാരണ നടത്തുക. അപ്പൊ പ്രതിയുടെ ഭാഗത്ത് ഒരു വക്കീൽ ഉണ്ടാവും, ഇരയുടെ ഭാഗത്ത് ഗവൺമെന്റിന്റെ വക്കീലുണ്ടാവും. അങ്ങനെ കോടതിയിൽ പോയിട്ട് രണ്ട് ടീമും ഒരുപോലെ തന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കുകയും തെളിവുകളെ ഉണ്ടാക്കിയെടുക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ട്രയൽ. വിചാരണ നടക്കുക എന്ന് പറയാം. കുറ്റം തെളിയിക്കുന്നതിനായി കോടതിയിൽ സാക്ഷികളെ വിസ്തരിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിനാണ് നമ്മൾ കംപ്ലീറ്റ്ലി ട്രയൽ എന്ന് പറയുക. അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ക്വാഷിംഗ് പെറ്റീഷൻ. റദ്ദാക്കൽ ഹർജി എന്നാണ് ഇതിന്റെ മലയാളം. റദ്ദാക്കൽ ഹർജി അതായത് തെറ്റായ ഉദ്ദേശത്തോടെയോ ഒരു യാഥാർത്ഥ്യത്തിനെതിരായിക്കൊണ്ട് വ്യാജമായോ നൽകിയ ഒരു FIR, ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെടുത്താൻ വേണ്ടിയിട്ട് പാര വെക്കാൻ വേണ്ടിയിട്ടൊക്കെ FIR കൊടുത്തുകൊണ്ട് സ്റ്റേഷനിൽ ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരുപാട് അധികരിച്ചിട്ടുണ്ട് അത്. കാരണം ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വ്യക്തിയോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുക. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മേഖലയിൽ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പം സംഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു FIR അത് റദ്ദാക്കാൻ, അത് ഇല്ലാതാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അങ്ങനത്തെ ഒരു അധികാരത്തെയാണ് നമ്മൾ ക്വാഷിംഗ് പെറ്റീഷൻ എന്ന് പറയുക. ക്രൈം ആക്ടിവിറ്റിയിലെ സെക്ഷൻ 482 പ്രകാരമാണ് ഈ FIR ഹൈക്കോടതിക്ക് റദ്ദ് ചെയ്യാനുള്ള അധികാരം വരുന്നത്. ഓക്കെ, ഈ ഒരു പെറ്റീഷന് വേണ്ടിയിട്ട് കോടതി നൽകിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, FIRലോ പരാതിയിലോ ഉള്ള ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് കരുതിയാൽ പോലും ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് ആ ഒരു FIR റദ്ദാക്കാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ പരാതിയിലെ ആരോപണങ്ങൾ അസംബന്ധമായും അവിശ്വസനീയമായിട്ടും ഉള്ളതാണെങ്കിൽ ആ വിവരങ്ങൾ ഒരു നിലക്കും ഒരു നീതിപൂർണമായിട്ട് നിഗമനത്തിനെത്താൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് റദ്ദാക്കാനുള്ള അവകാശം ഹൈക്കോടതിക്കുണ്ട്. അതുപോലെ തന്നെ FIRൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഒരു ഗൗരവപരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പരാതിയിലെ തെളിവോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഒരു പ്രതിയുടെ കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനുകൾ ഉണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈക്കോടതിക്ക് ഈ FIR റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ ടോപ്പിക്കിലെ ഈ ഒരു മൊഡ്യൂളിലെ അവസാനത്തെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില മറ്റ് ലീഗൽ ടേംസ് അല്ലെങ്കിൽ ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം എന്നാണ് നമ്മൾ പറയാറുള്ളത്. സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ ഒരു അധികാരപ്പെട്ട വ്യക്തിയുടെ മുന്നിൽ സത്യം ചെയ്തോ ഉറപ്പിച്ച് പറഞ്ഞോ നൽകുന്ന ഒരു രേഖാപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിനെയാണ്, പ്രസ്താവനയാണ് നമ്മൾ അഫിഡവിറ്റ് എന്ന് പറയുക. സത്യവാങ്മൂലം എന്നാണ് ഇതിന്റെ മലയാളം. സത്യവാങ്മൂലത്തിൽ ഒപ്പിടുന്ന വ്യക്തിയെ നമ്മൾ ഡിപ്പോണന്റ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ നമ്മൾ തെറ്റായ എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്താൽ 3 വർഷം മുതൽ
7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് കോടതി കണക്കാക്കുക. അതുപോലെ തന്നെ രണ്ടാമതൊരു ടേമാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോടതി ഉത്തരവുകൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ കോടതിയെ അവഹേളിക്കുകയോ ചെയ്യുന്ന നടപടി. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ ശ്രമങ്ങൾ നടത്തിയാൽ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രകാരം നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ് 2 ടൈപ്പ് ഓഫ് കേസുകളാണുള്ളത്. സിവിൽ കേസുകളും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളും. സിവിൽ കേസുകൾ അതിൽ കോടതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ വിധിന്യായങ്ങൾ, ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബോധപൂർവം ലംഘിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കോടതിക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുക, അതൊക്കെയാണ് ഈ സിവിൽ കോടതി കേസുകളായിട്ട് വരിക. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ നമുക്ക് വരുന്നത് ഒരു കോടതിയുടെ നിയമങ്ങളെ താഴ്ത്തിക്കെട്ടുക, ഒരു വ്യക്തിയെ അപായപ്പെടുത്തുക, തടസ്സപ്പെടുത്തുക, പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക, അതൊക്കെ നമ്മളെ ക്രിമിനൽ കേസിന്റെ കീഴിലാണ് വരിക. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ഡബിൾ ജിയോപാഡി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുറ്റത്തിന് ഒരാളെ ഒന്നിലധികം തവണ വിചാരണ ചെയ്യാൻ കോടതിക്ക് പറ്റൂല. ഒരിക്കൽ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കുറ്റവിമുക്തനാക്കപ്പെടുകയോ ചെയ്ത അതേ കേസിൽ തന്നെ വീണ്ടും വിചാരണ ചെയ്യാൻ എന്താ അധികാരമില്ല, കോടതിക്ക് അധികാരമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേമാണ് ഡിക്രി. ഡിക്രി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കേസിലെ തർക്കങ്ങളിൽ കോടതി നൽകുന്ന അന്തിമ തീരുമാനത്തിനെയാണ് നമ്മൾ ഡിക്രി എന്ന് പറയാറുള്ളത്. അതിന്റെ തർക്ക വിഷയങ്ങളും കക്ഷിയുടെ അവകാശങ്ങളും ബാക്കി തെളിവുകളൊക്കെ നിർണയിച്ചുകൊണ്ട് കോടതി ഔദ്യോഗികമായിട്ട് അവസാന തീരുമാനം പറയും. അതാണ് ഡിക്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് സബ്ജുഡൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം, ആ ഒരു വിഷയത്തിൽ പുതിയ ഒരു കേസ് എന്ത് ചെയ്യാൻ പാടില്ല, പുതിയ ഒരു കേസ് അതിന്മേൽ കൂടെ തന്നെ പുതിയൊരു കേസ് ഫയൽ ചെയ്യാൻ പാടില്ല. അത് കോടതിയുടെ പരിഗണനയിലുള്ള കേസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഒരു കോടതിക്കായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് തീരുമാനമായതിനു ശേഷമാണ് രണ്ടാമത് ഒരു കേസ് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനുള്ളൂ. നേരത്തെ ഒരു കേസിലുള്ള ഒരു കേസിന് രണ്ടാമത് വീണ്ടും അതിന് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അതുപോലെ തന്നെ ഇതിന്റെ കീഴിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് സ്റ്റേ ഓർഡർ. സ്റ്റേ ഓർഡർ നമുക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ, തടയൽ ഉത്തരവ്. അതാണ് അതിന്റെ മലയാളമായിട്ട് വരുന്നത്. ഒരു കാര്യം ചെയ്യുന്നത് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവിനെയാണ് സ്റ്റേ ഓർഡർ എന്ന് പറയാം. ഓക്കെ, ഒരു കേസിലെ അന്തിമ തീരുമാനം വരുന്നവരെയെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പൊതു അധികാരം, രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ പൊതു അധികാരത്തെയോ സർക്കാർ സ്ഥാപനത്തെയോ വിലക്കിക്കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഒരു ഉത്തരവിനെയാണ് ഈ സ്റ്റേ ഓർഡർ എന്ന് പറയാം. ഈ ചില ഫാക്ടറികൾക്കൊക്കെ സ്റ്റേ ഓർഡേഴ്സ് വരാറുണ്ട്, അതിപ്പം പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട് എന്ന് പറയുന്നത്. കോടതിയെ സമീപിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്തായിരിക്കണം, ക്ലീൻ ഹാൻഡോട് കൂടെ സുതാര്യമായിരിക്കണം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു വ്യവസ്ഥയെ പറയുന്ന വാക്കാണ് എന്ത് പറയുന്നത്, സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട് എന്ന് പറയുന്നത്. ഒരു കോടതിയുടെ മുന്നിൽ യാതൊന്നും മറച്ചു വെക്കാതെ എല്ലാ പ്രധാന വസ്തുക്കളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഒരു കേസിൽ നടന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, എല്ലാ വസ്തുക്കളും ആ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ടാവും. ഒരു കേസ് നടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ്, മെറ്റീരിയൽ,
പുസ്തകങ്ങൾ, രജിസ്റ്ററുകൾ, ഇപ്പം ക്രിമിനലിന് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാഹനം, ആ സ്ഥലത്തുണ്ടായിരിക്കുന്ന മറ്റ് എവിഡൻസുകളൊക്കെ കോടതിയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ആനുകൂലമായിട്ടുള്ള കേസ് അതിന്റെ യഥാവിധിയിൽ നടപ്പിലാക്കുകയും അതുപോലെ തന്നെ ഒരു അന്തിമ തീരുമാനം വരുന്നത് വരെ അത് കോടതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലീഗൽ അവയർനെസിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് സമയമായിട്ടുണ്ട്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും ഡൗട്ട്സ് ചോദിക്കാനുള്ള ഓക്കെ, നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ലീവ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ സാർ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു.